Hello guys, welcome to another episode of Adobe illustrator Malayalam tutorial. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കുറച്ച് പലേറ്റ്സ് ആണ്. പലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 പലേറ്റാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഒരു പാലറ്റ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിരുന്നു. അത് പാത്ത് ഫൈൻഡർ പലയാണ്. ബാക്കി ഇനിയുള്ള 4 പലേറ്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു എമോജിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ഒരു ഇൻ ലവ് എമോജി. ഇന്ന് നമുക്കൊരു ചിരിക്കുന്ന അല്ലെങ്കിൽ ഹഹഹ എമോജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ എപ്പിസോഡിൻ്റെ എൻഡിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് ഈ 4 പല എന്ന് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ പല എന്ന് പറയുന്ന അലൈൻ പാലറ്റ് ആണ്. നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും പല പാത്ത് ഫൈൻഡറിൻ്റെ അടുത്തായിട്ട് അലൈൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ വിൻഡോയിൽ പോവുക, അലൈൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ അലൈൻ പാലറ്റ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അലൈൻ പാലറ്റ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആദ്യമുള്ളത് നമുക്കൊന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ, ഹൊറിസോണ്ടൽ അലൈൻ റൈറ്റ്, വെർട്ടിക്കൽ അലൈൻ ടോപ്പ്, വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ, അങ്ങനെ കുറച്ച് അലൈൻ ഓപ്ഷൻസ് ആണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് അലൈൻ ചെയ്യണമെങ്കിൽ 2 ഒബ്ജക്റ്റ് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ അലൈൻ പാഡിൽ ഞാൻ ഈ സർക്കിളും ഈ സ്ക്വയറും സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഓപ്ഷനായ ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലിലാണ് എൻ്റെ സ്ക്വയർ ഇരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇരുന്ന അതിൻ്റെ സർക്കിളും കൂടെ ഹൊറിസോണ്ടൽ അലൈനായിട്ട് ഈ എൻഡിൽ അലൈനായിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഈ എൻഡിൽ ലെഫ്റ്റ് സൈഡിൽ അലൈനായി. നമുക്ക് അടുത്തായിട്ട് നോക്കാം. അതിപ്പോൾ ഒരു ട്രാൻസ്ഫോം ഒബ്ജക്റ്റിൽ നിൽക്കുകയാണ്. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി പഴയ രൂപത്തിലോട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ ആണ്. അപ്പോൾ ഈ സെൻറ്ററും ഒരുമിച്ച് വരും. കണ്ടോ? ഇപ്പോൾ സൈഡ്സ് നോക്കുന്നില്ല. ഈ സൈഡ്സ് പുറത്ത് നിൽക്കുകയാണ്, ഈ സൈഡും പുറത്ത് നിൽക്കുകയാണ്, ഈ സൈഡും പുറത്ത് നിൽക്കുകയാണ്. ടോപ്പിലും സർക്കിള് സ്ക്വയറിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. എന്നാലും സെൻറ്റർ വെച്ചിട്ടാണ് അത് അലൈനായത്. അതുപോലെ തന്നെയാണ് അടുത്ത ഇതെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അലൈൻ ലെഫ്റ്റ് നോക്കി, അലൈൻ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലെ ഒബ്ജക്റ്റുമായി അലൈനാവും. ഈ സൈഡിലെ ഒബ്ജക്റ്റുമായിട്ട് അലൈനായി, റൈറ്റ് സൈഡിൽ അലൈനായി. ഈ സൈഡ് സർക്കിൾ പുറത്ത് നിൽക്കുന്നില്ല, കാരണം ആ സൈഡിലാണ് അലൈൻ ആയിരിക്കുന്നത്. ബാക്കി സൈഡെല്ലാം പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അഗെയിൻ സർക്കിളിനെ കൊണ്ടുവന്ന് സ്ക്വയർ പുറത്തായി. അടുത്ത നമ്മുടെ ഇതാണ് പ്രധാനപ്പെട്ട അലൈൻ 3 അലൈൻ ഓപ്ഷൻസ്. അത് കഴിഞ്ഞ് നമുക്കുള്ളത് വെർട്ടിക്കൽ അലൈൻ ടോപ്പ്. ടോപ്പിൽ ഏതാണോ അലൈൻ നിൽക്കുന്ന ആ അലൈൻമെൻറ്റിലോട്ട് അതിൻ്റെ അടുത്ത ഒബ്ജക്റ്റ് വരും. കണ്ടോ? അതായത് സർക്കിളായിരുന്നു അലൈൻ ടോപ്പിൽ നിന്നത്. ഇവിടെ ഈ സ്ക്വയർ ശകലം താഴെയായിരുന്നു. നമുക്ക് കൺട്രോൾ Z അടിച്ച് ബാക്കിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്ക്വയർ കുറച്ച് താഴെയായിരുന്നു, ഇത്രയും ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു. സർക്കിള് ശകലം മുകളിലോട്ടാണ് നിന്നത്. ഞാനപ്പോൾ വെർട്ടിക്കൽ അലൈൻ ടോപ്പ് കൊടുക്കുമ്പോൾ സ്ക്വയർ സർക്കിളിന് അനുപാതമായിട്ട് മുകളിലേക്ക് പോകും. കണ്ടോ? ഇതാണ് ആ ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ ആണ്. വെർട്ടിക്കലി അലൈൻ സെൻറ്ററിലോട്ട് വരും. അതായത് ഈ സെൻറ്റർ ആ സെൻറ്ററും ഒരേപോലെ വരും. സെലക്റ്റഡ് ആണ്. കണ്ടോ? ഈ സെൻറ്ററും അലൈനായി. അതാണ് വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ. അടുത്ത അഗെയിൻ സെലക്റ്റഡ് ആണ്. ഇനി അടുത്ത് വെർട്ടിക്കൽ അലൈൻ ബോട്ടം ആണ്. താഴോട്ടുള്ളതിന് വെർട്ടിക്കലി അലൈൻ ചെയ്ത് ബോട്ടം ആക്കുന്നതാണ്. കണ്ടോ? സർക്കിൾ ഓൾവേസ് വലുതായതുകൊണ്ട് ഈ ചെറിയ സ്ക്വയർ
സർക്കിളിന് അനുമതി കിട്ടും. നമ്മൾ നേരത്തെ ടോപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് ബോട്ടം. അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്ട്സ് ആണ്. അതായത് വെർട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ട് ടോപ്പ്, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അതായത് ഇപ്പോൾ ഇത് ആണ് താഴെ നിൽക്കുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇനി നമ്മൾ ഇതിന് മുകളിലും വേറെ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ ഇതിൻ്റെയും കുറച്ചുകൂടെ ചേർന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് വരും, അത് കഴിഞ്ഞ് കുറച്ചുള്ള അപ്പുറത്ത് വരും. അപ്പോൾ ഇതൊക്കെയാണ് അലൈൻ പലയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസ്. ഇനിയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അലൈൻ പാലറ്റ്. അടുത്ത് നമുക്കുള്ളത് സ്ട്രോക്ക് പാല ഓപ്ഷനാണ്. സ്ട്രോക്ക് പാല ഓപ്ഷൻ. അപ്പോൾ സ്ട്രോക്ക് പാലയിൽ നമുക്ക് ഒരു ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ടോപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടോ, അതിൽ ഈ സ്ട്രോക്ക് വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1 പോയിന്റ് സ്ട്രോക്ക് വെയിറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ യെല്ലോ കോളത്തിന് ചുറ്റിനൊരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. നമുക്കത് കുറച്ചുകൂടെ ഡാർക്കൺ ചെയ്യാനായിട്ട് ഈ വെയിറ്റ് കൂട്ടി കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് വെയിറ്റ് കൂട്ടി കൊടുക്കാം. ഒരു 5 പോയിന്റ്സ് അടുപ്പിച്ചായപ്പോൾ കണ്ടോ ഡാർക്കറായി. അതുപോലെ തന്നെയാണ് സർക്കിളിലും. നമുക്ക് പാത്ത് ലൈൻ ഏത് വഴിയാണോ അവിടെയാണ് സ്ട്രോക്ക് വരിക. 4, 5. ഇതാണ് സ്ട്രോക്ക് പാലറ്റ് പ്രധാനമായിട്ടുള്ളത്. അതായത് സ്ട്രോക്ക് നമുക്ക് നമ്മുടെ പാത്ത് ലൈനിൽ കൂടെ സ്ട്രോക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അതായത് ഒരു ഇരുണ്ട നിറത്തിലുള്ള ലൈൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആരോ കീ താഴെട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് സ്ട്രോക്കാണോ കൊടുക്കേണ്ടത് ആ കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് യെല്ലോക്ക് ഒരു റെഡ് കളർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സ്ട്രോക്ക് റെഡ് കളറായി കഴിഞ്ഞു. കണ്ടോ, നമുക്കങ്ങനെ ഇഷ്ടമുള്ള കളറ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. പിന്നീട് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ വേണോ, വരച്ചതുപോലെ വേണോ, നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് സ്ട്രോക്ക് വരച്ച പോലെ ഇരിക്കും. അതാണ് അത് നമുക്ക് പോയിന്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കരിയിട്ട് സ്ട്രോക്ക് വരച്ചതുപോലെ കണ്ടോ. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണ്ട നമുക്ക്. അല്ലാതെ പേനയിട്ട് വരച്ച പോലെയോ മാർക്കറിട്ട് ക്രയോൺസ് ഒക്കെ ഇട്ട് വരച്ച പോലെയൊക്കെ നമുക്ക് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ബേസിക്കിലോട്ട് തന്നെ പോവാം. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് പ്രൊഫൈല് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് അറ്റ ഭാഗം ഇങ്ങനെ കൂർത്ത് വന്നിട്ട് നടുക്ക് ഭാഗം നല്ല ബൾജായിട്ട് പിന്നെ അറ്റ ഭാഗം കൂർത്ത് വരും. അങ്ങനത്തെ ഒരു വിഡ്ത്ത് പ്രൊഫൈലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ അതിൻ്റെ സ്ട്രോക്കിൻ്റെ രീതി മാറി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു വിഡ്ത്ത് പ്രൊഫൈൽ നോക്കാം. ഒരു 3D എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ സ്ട്രോക്കിന് അവിടെ സാധിച്ചു എന്നതാണ്. അങ്ങനെ പലതരം സ്ട്രോക്ക് വിഡ്ത്ത് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്ത് അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രോക്ക് പാലറ്റിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കണ്ടോ, സ്ട്രോക്കിൻ്റെ മാത്രമല്ല, അതിപ്പോൾ ഫുൾ ഒബ്ജക്റ്റിൻ്റെ ഒപ്പോസിറ്റിയാണ് പറയുന്നത്. സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി മാത്രമായിട്ട് കുറയ്ക്കണമെങ്കിൽ പ്രോപ്പർട്ടീസ് പാനൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രോക്ക് പാലയിൽ പ്രധാനപ്പെട്ട യൂസസ്, സ്ട്രോക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്തുള്ളത് നമ്മുടെ സ്വാച്ചസ് പാലയാണ്. സ്വാച്ചസ് പാല എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സാണ്.
അതായത് സ്വാച്ചസ് ഓഫ് കളേഴ്സാണ്. നമുക്കവിടെ പ്രത്യേകം ലൈബ്രറി ഒക്കെ ഉണ്ട് കളർ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാനായിട്ട്. ഫുഡ് കളേഴ്സ്, അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കളർ പ്രൊഫൈലുകൾ ഇവിടെ ഉണ്ട്. എന്നാലും പ്രധാനമായിട്ട് സ്വാച്ചസ് ഒന്നുകൊണ്ട് ഉപയോഗിക്കുന്നു. നമുക്ക് സ്വാച്ചസ് ഇവിടെ സ്ട്രോക്കിന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സ്ട്രോക്കിൻ്റെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രോക്കായിട്ട് മാറും. നമ്മുടെ മെയിൻ കളറാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്വാച്ച് പാലറ്റിൽ പോയി കഴിഞ്ഞ് നമുക്ക് എങ്ങനത്തെ ഇത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പിങ്ക് സെലക്ട് ചെയ്യണമെങ്കിൽ പിങ്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ കളേഴ്സിൻ്റെ ഒരു ലൈബ്രറിയാണ് സ്വാച്ചസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് തരം കളർ സെലക്ട് ചെയ്യാം. അഡോബിൻ്റെ പ്രത്യേകം കളർ തീം പാനലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കളർ സ്വാച്ച് അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് കളർ കിറ്റ് എന്ന് തന്നെ പറയാം സ്വാച്ചസ് പാനലിൽ. നമുക്ക് എന്ത് തരം കളർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സ്വാച്ചസ് പാനലിനെ കൂടെ കഴിയും. നമുക്ക് നമ്മുടെ സർക്കിളിനൊരു കളർ കൊടുക്കാം. അപ്പോൾ അതാണ് സ്വാച്ചസ് പാനലിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. അത് കഴിഞ്ഞുള്ളത് നമ്മുടെ ഗ്രാഡിയൻ പാലറ്റാണ്. ഗ്രാഡിയൻ പാലറ്റിൽ വരുമ്പോൾ ഗ്രാഡിയൻ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്കൊരു ട്രാൻസിഷനാണ്. അതായത് ഒരു കളർ മറ്റൊരു കളർ തന്നെ ആണെന്നില്ല. ചിലപ്പോൾ ഒരുപാട് കളർ, 4 കളറോ 5 കളറോ അങ്ങനെ ഒരുപാട് കളറിൽ നിന്ന് ഒരുപാട് കളറിലേക്കുള്ള ട്രാൻസിഷനാണ്. നമ്മളത് ഫില്ലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇത് കാണാൻ കഴിയും. ഈ ഗ്രീൻ കളറിൽ നിന്ന് ബ്ലാക്കിലേക്കുള്ളൊരു ട്രാൻസിഷൻ കണ്ടോ? ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ് ആ ഗ്രീൻ കളറിൽ നിന്ന് ബ്ലാക്ക്. അത് തന്നെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളർ തന്നെ ഒരുപാട് കളറിൽ ട്രാൻസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഡിയൻറ്റ് സ്വാച്ച് ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് ഗ്രാഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഡിയൻ്റ് ആക്ടിവേഷൻ ഇവിടെ വരും. ആ പാനലിൻ്റെ ഗ്രാഡിയൻ്റ് ആക്ടിവേഷൻ വരും. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 2 ഓപ്ഷൻസ്, 3 ഓപ്ഷൻസ് ആണ് ഇവിടെ. ഒന്ന് ലീനിയർ ഗ്രേഡിയൻ്റ്, അതായത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്. റാഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ നടുഭാഗത്തിൽ നിന്ന് അറ്റങ്ങളിലേക്ക്. അത് കഴിഞ്ഞ് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPU യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഗ്രേഡിയൻ്റ് ആണ്. അതായത് ഫ്രീ ഫോം ഗ്രേഡിയൻ്റ്. നമുക്ക് ഈ ഗ്രേഡിയൻറ്റിനെ എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ ഗ്രീനും വയലറ്റും സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ബ്ലാക്കും ഉണ്ട്. നമുക്ക് അങ്ങനെ ഫ്രീ ഫോം ആയിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗ്രേഡിയൻറ്റിനെയൊക്കെ നീക്കി കൊടുക്കാം. അതാണ് ഫ്രീ ഫോം ഗ്രേഡിയൻറ്റ്. നമുക്ക് എന്തായാലും ലീനിയർ ഗ്രേഡിയൻറ്റിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് ഇടത്തെ ഇങ്ങറ്റത്തെ കളറും ഒന്ന് വലത്തെ അങ്ങറ്റത്തെ കളറും. ഏത് കളറിൽ നിന്ന് ഏത് കളറിലോട്ടാണ് ട്രാൻസ്പെറൻസി വേണ്ടതെന്നാണ് ഇത് പറയുന്നത്. അതായത് ഇവിടെ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. ഈ അറ്റത്ത് ബ്ലൂ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ സെലക്ഷൻ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലിൽ പോയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. പോയിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ. ഓക്കെ, അതാണ് ഗ്രേഡിയൻ്റ് പാനൽ. അപ്പോൾ നമുക്ക് ഇടത്തെ സൈഡിൽ ഒരു ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഗ്രേഡിയൻ്റ് ടൂൾ.
അപ്പോൾ നമുക്ക് ഇവിടോട്ടൊന്ന് സൂം ഇൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഗ്രേഡിയൻ ടൂള് ഓണാണ്. ഗ്രേഡിയൻ ടൂള് സെലക്ട് ചെയ്തു. ഇപ്പം ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്കാണ് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം എനിക്ക് ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്കല്ല ഗ്രേഡിയൻറ്റ് വേണ്ടത്, എനിക്ക് ഡയഗണലി ആണ് വേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇവിടോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടം വരെയാണ് ട്രാൻസിഷൻ വേണ്ടതെന്ന് അനുസരിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. കണ്ടോ? ട്രാൻസിഷൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസിഷനായി നമ്മൾ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ സ്കൈ ടു സൺ ഒക്കെ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ഇതിലാണ്. അപ്പോൾ ഇതാണ് ഗ്രേഡിയൻ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് സർക്കിളിലും ചെയ്യാൻ സാധിക്കും. ഈ ഗ്രേഡിയൻ്റ് ഇതിലോട്ട് കൊണ്ടുവരാൻ തന്നെ നമ്മുടെ പെൻ ടൂള് ഗ്രേഡിയൻ്റോടെ പുറത്തോട്ട് കൊണ്ടുവരും. ഇതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഉപയോഗം. ഗ്രേഡിയൻ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു സൈഡിലെ ഒപ്പാസിറ്റി ടോട്ടലി കുറച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്പാരൻസിയിലോട്ട് മാറും. അപ്പോൾ അത് ട്രാൻസ്പാരൻ്റ് ആണ്. ഈ ഫയൽ മാത്രമായിട്ട് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പാരൻസി ടു നമ്മുടെ വയലറ്റ് ഉള്ളത് ആ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റി ഫുള്ളാക്കുകയാണ്. നിങ്ങൾക്ക് ഈ റെഡിൻ്റെ ലൊക്കേഷൻ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. 50% നമ്മൾ ഈ സ്ലൈഡറിന് പകരം ഉപയോഗിക്കുന്ന ഒരു ലൊക്കേഷൻ പെർസെൻറ്റേജ് ആണത്. ഇപ്പോൾ സെലക്ട് ചെയ്തു. എൻ്റെ പഴയ ഒപ്പാസിറ്റി ഞാൻ 100% ആക്കി. നമ്മൾ നേരത്തെ ഗ്രാഡിയൻ്റ് ടൂൾ വെച്ചിട്ട് ഡയഗണലി സെലക്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് നമുക്ക് അതിവിടെ ആംഗിൾ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. -30, 135 നമുക്ക് ആ ആംഗിള്, എനിക്ക് ആംഗിൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ഗ്രാഡിയൻ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് മാറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങൾ. പിന്നെ സ്ട്രോക്ക് പാലറ്റിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ എനിക്കിപ്പോൾ പറയാൻ താല്പര്യമുണ്ട്. അതായത് നമ്മൾ ലൈൻ സെഗ്മെൻറ്റിൽ പോയിട്ട് നമ്മളൊരു ലൈന് വരച്ചിട്ട് നമ്മൾ ഇതിന് സ്ട്രോക്ക് ആഡ് ചെയ്യണം. ഒരു 17 പോയിന്റ് സ്ട്രോക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷാർപ്പ് കോർണേഴ്സാണ് രണ്ട് സൈഡ്. ഇങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ സ്ട്രോക്കിൽ പോവുക, ക്യാപ്പ്, റൗണ്ട് ക്യാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. റൗണ്ട് ക്യാപ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടറ്റവും റൗണ്ട് ഷേപ്പിലോട്ട് മാറും. അതേപോലെ തന്നെയാണ് കോർണേഴ്സ് വരുന്നത്. സ്ക്വയറിൻ്റെയൊക്കെ കോർണേഴ്സ് വരുന്നത് സെപ്പറേറ്റ് കോർണേഴ്സ് സെലക്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആങ്കർ പോയിന്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രോക്ക് ആണ്, സ്ട്രോക്കിൻ്റെ അറ്റത്താണ്. അതേസമയം ഈ ആങ്കർ പോയിന്റ് വരുമ്പോഴത്തേക്കും അവിടെ നിന്നും ശകലം കൂടെ ഒരു സ്ട്രോക്ക് നമുക്ക് ആഡിങ് ഇവിടെ കിട്ടും. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അടുത്ത എപ്പിസോഡിലും ഒരു ഗ്രേഡിയൻ്റ് വെച്ചിട്ടൊരു ഇമോജി ക്രിയേറ്റ് ചെയ്യും, ഒരു ആംഗ്രി ഇമോജി. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേഡിയൻ പാലറ്റിനെ പറ്റി കുറച്ചുകൂടെ അറിയാൻ സാധിക്കും. ഗ്രേഡിയൻ പാലറ്റ് ഒരുപാട് ഉപയോഗമുള്ളൊരു ടൂളാണ് ഈ നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിൽ.
അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹഹഹ ഇമോജി ഇന്നലത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇമോജി വെച്ചിട്ട് ഒരു ഹഹഹ ഇമോജി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഇന്നലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു എക്സസൈസ് ഫയൽ ഞാൻ ഇന്നലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരുന്നു. ആ ഫയൽ വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് തന്നെ ഉണ്ടാക്കണം. നമുക്കിവിടെ ഒരു ഐസ് മാറ്റുന്നതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ 2 ഐസ് സെലക്ട് ചെയ്ത് നമുക്ക് അതിനായി മാറ്റാം. ഐസിനെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് പഠിച്ചൊരു ലൈൻ സെഗ്മെന്റ് ടൂളിൻ്റെ ഒരു ഉപയോഗം നമുക്കിവിടെ ഇന്ന് ഉപയോഗിക്കാം. ഞാനൊരു ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ചൊരു ഡയഗണൽ ഇത് വരച്ചു. നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കാം. കുറച്ച് ഓവറാന്ന് തോന്നുന്നു. നമുക്കൊരു 15 സ്ട്രോക്ക് കൊടുത്തു. നമുക്ക് ഇന്നത്തെ പോലെ തന്നെ സ്ട്രോക്കിന്റെ അറ്റം കണ്ടില്ലേ, കോർണർ നമുക്കൊന്ന് ഒരു റൗണ്ട് ഷേപ്പ് ആക്കാം. സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് റൗണ്ട് ഷേപ്പ്. അപ്പോൾ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും അതിന്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റിഫ്ലക്റ്റ് ടൂൾ എടുത്തിട്ട് ആൾട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹൊറിസോണ്ടലി അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലി ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു നമ്മളിതിനെ ഡ്രാഗ് ചെയ്ത് അതിനോടൊപ്പം ഇങ്ങനെ ചേർത്ത് വെച്ച് അതൊരു ബ്യൂട്ടിഫുൾ ഒരു ഐസിൻ്റെ ഒരു സിമ്പിളായി. ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് Ctrl+G സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ ഗ്രൂപ്പായി. അഗെയിൻ നമ്മൾ റിഫ്ലക്റ്റ് ടൂളിൽ പോകുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു, വെർട്ടിക്കലി ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യും കോപ്പി. അപ്പോൾ നമുക്ക് 2 കോപ്പി കിട്ടി. ഇതിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമോജിയിലോട്ട് കൊണ്ടുവരാം. ഇമോജിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഇമോജിയുടെ ഐസ് 2 അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് 2 അറ്റത്തോട്ട് മാറ്റാം. കണ്ണ് ശകലം വലുതായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഴയ പോലെ തിരിച്ചു പോയിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ശകലങ്ങൾ ചെറുതാക്കിയിട്ട് അഗെയിൻ റിഫ്ലക്റ്റ് ഇമേജിൽ പോയിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ക്രിയേറ്റ് എ കോപ്പി. അഗെയിൻ സെലക്ട് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക, കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് സെലക്ഷൻ ചെയ്യുക. സെപ്പറേറ്റ് സെലക്ഷൻ ചെയ്ത് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും സെപ്പറേറ്റ് സെലക്ഷൻ ചെയ്ത് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്യൂട്ടിഫുൾ എമോജി കിട്ടി. നമുക്കിതിനെ ഇതിൻ്റെ സ്ട്രോക്ക് കളർ ശകലം ഒന്ന് മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ഇമോജി സിമ്പിളായിട്ട് നമ്മൾ ലൈൻ സെഗ്മെന്റ് ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഇന്നത്തെ
ക്ലാസ്. അടുത്ത ക്ലാസ് കാണും വരെ ഗുഡ് ബൈ.